കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട, വരട്ടെ. ഇവിടത്തെ വീട് ഒരാൾ നോക്കിയിട്ടെന്ന് പറഞ്ഞു, അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പൊ ഇവിടെ വന്ന് കേറി കണ്ട് സംസാരിക്കണമെന്ന് അവന്റെ അമ്മ പറഞ്ഞു. മകൾ ഇന്ദു അല്ലേ? അതെ, ഇന്ദു മതി. ആളില്ലേ ഇവിടെ? അവൾക്ക് ഇവിടെ രസ്റ്റഡി ബൂത്തിൽ ജോലിയുണ്ട്, വിളിപ്പിക്കാം. വേണമെന്നില്ല, ഞാൻ പോണ വഴി കണ്ടോളാം. പാലില്ല, എങ്കിലും ഞാനൊരു കടിഞ്ചായ എടുക്കട്ടെ? എന്തെങ്കിലും ഒന്നും കുടിക്കാതെ, അല്ലെങ്കിൽ ഇത്തിരി സംഭാരം. ആയിക്കോട്ടെ, സൽക്കാരം സ്വീകരിച്ചില്ല എന്ന് വേണ്ട. തറവാടിത്തം എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. എന്താ ആ സ്ത്രീയുടെ മുഖത്തൊരു തേജസ്, എന്താ മര്യാദ, അടക്കം, ഒതുക്കം. കോലത്ത് ജനിച്ചാണെന്ന് ആരും പറഞ്ഞു ബോധ്യപ്പെടുത്തണ്ട. പിന്നെ ഒരു തെമ്മാടിയുടെ കയ്യിൽ എങ്ങനെ ചെന്ന് പെട്ടെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അതാണ് ഈ വിധി എന്ന് പറയുന്നത്. അവർക്ക് ഒരൊറ്റ നിർബന്ധമുള്ളൂ, നിർബന്ധമല്ല അപേക്ഷ, എത്രയും വേഗം നടത്തണം. എന്റെ കുട്ടിയെ എത്രയും വേഗം കൊണ്ടുപോയി രക്ഷിക്കുമെന്നാ അവരെന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. നമുക്ക് ഉടനെ നടത്താം. അങ്ങനെ ഉടനെ ഒന്നും നടക്കില്ല അമ്മേ, ഇവിടെ വേറെ ഉണ്ട് കാര്യങ്ങൾ, അതൊക്കെ കഴിയട്ടെ. ഏട്ടാ, എന്തിനും അതിന്റെ സമയമുണ്ട്. അവിടുത്തെ അവരുടെ അവസ്ഥ ഏട്ടൻ തന്നെയല്ലേ പറഞ്ഞത്? പെൺകുട്ടികളുടെ ജീവിതം തകരാനും നന്നാവാനും അധികം നേരമൊന്നും വേണ്ട. കടമെന്നൊക്കെ പറഞ്ഞല്ലോ, ദാഹിക്കുമ്പോഴാ വെള്ളം കൊടുക്കേണ്ടത്, ചത്തിട്ടല്ല. പോരാ, നല്ല മൂർച്ചയുണ്ട്. ഒറ്റ വീശിന് കഴുത്തേറ്റ് പോണം. ആവോ അന്റേടാ, നമ്മളൊക്കെ വെറും മറ്റേതാക്കിട്ട് അവൻ പിന്നെയും കളിക്കാണ്. ജോസേട്ടന്റെ വെപ്പാട്ടിന്റെ മോളെ അവൻ കെട്ടാൻ പോണ്. ആര്? ഏത് മാധവൻ? എവിടാ സേതുമാധവൻ? എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. നിന്റെ വീടോ? ഇത് ഞങ്ങളുടെ വീടാടി. നിങ്ങൾ ആരാ, എന്താ വേണ്ടേ? എവിടാ അവൻ? സേതുമാധവൻ വന്നിട്ടില്ല. അയ്യോ, ഒന്നും ചെയ്യരുത്. ജീവൻ വേണം, വിളിച്ചോണ്ട് പോടി. എന്റെ വീട്ടിൽ വന്നവരെ അപമാനിക്കരുത്. വിളിച്ചിപ്പരലാണെടി അഭിമാനം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്റെ മോളുടെ ജീവിതം തകർക്കരുത്. നിന്നെയും എന്റെ മോളെ ഇനി ജീവിപ്പിക്കില്ലടി. എന്റെ ജോസേട്ടനെ കൊന്നവനെ നീ ഇതിന്റെ ഉള്ളിൽ പായ വിരിച്ചു കൊടുത്തു. ഇനി മോളെയും കല്യാണം കഴിച്ച് അവനിവിടെ സൂക്ഷിച്ചു കഴിയണത് ഞങ്ങളെ കാണിക്കണം അല്ലേടി? ജീവൻ വേണമെങ്കിൽ വേഗം ഇറങ്ങി പോടൂ, അല്ലെങ്കിൽ എല്ലാത്തിനെയും ഞങ്ങൾ ഇതിനുള്ളിലിട്ട് വെട്ടും. കൃഷ്ണമാമ, ആ മോതിരം ഇങ്ങോട്ട് തരൂ. അത് ഇട്ടു കൊടുത്തിട്ടേ നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. എന്റെ ഇടം കാണിച്ച ഉടുതുടില്ല. ഈരിക്കാടന്മാർ വരെ ഊച്ചാളികളൊന്നുമല്ല. അവനെ ഞങ്ങൾ അവിടെ വന്നിട്ടു. പറഞ്ഞേക്കെ മോളെ, നമുക്ക് പോവാം. എങ്ങോട്ടാടി ഓടുന്നത്? ഇറങ്ങി വാടി, ഒന്ന് കാണട്ടെ നിന്നെ. നടന്നാ നീ എന്ത് ചെയ്യടി? എടീ, 24 മണിക്കൂറിനുള്ളിൽ നീയും നിന്റെ മക്കളും ഈ വീട് വിട്ട് ഇറങ്ങിക്കോണം. ഇല്ലെങ്കിൽ എല്ലാറ്റിനും ഇതിനുള്ളിട്ട് അറിയും ഞാൻ. ഈരിക്കാരൻ ആന്റണിയാ പറയുന്നേ, മനസ്സിലായിക്കോ? ഞാൻ കരുതി നിങ്ങൾ വരുമ്പോ രാത്രിയാവുന്നു. അവർക്ക് സന്തോഷായോ? എന്താ ഏട്ടനൊന്നും മിണ്ടാത്തെ? നടന്നില്ല അമ്മു. ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാ മതിയല്ലോ. ലതയുടെ ചുണ്ട് കണ്ടോ? എന്താ ഉണ്ടായെന്നൊന്ന് തെളിച്ചു പറയൂ ഏട്ടാ. ഒന്നും പറയണ്ട എന്റെ അമ്മു. രാക്ഷസന്മാരെ പോലെ ഒരു 3-4 കൂടെ വന്ന് കയറി. അവരെന്തൊക്കെയാ പറഞ്ഞേ, എന്തൊക്കെയാ ചെയ്തേ, എനിക്കൊന്നും അറിയാൻ പാടില്ല. ഏതായാലും നമുക്ക് ഈ ബന്ധം വേണ്ട. സേതുവിനോട് ഇതൊന്നും പറയാൻ വേണ്ട. ഒരു കാര്യം ഉറപ്പാ, ഇന്ന് അവിടെ എന്തെങ്കിലും നടക്കും. 2 കൽപ്പിച്ച അവന്മാര് വന്നിരിക്കണേ. എന്താ കൃഷ്ണമാമ ഉണ്ടായത്? എനിക്കറിയണം. ഒന്നുമില്ല, ഈരിക്കാടന്മാര് വന്ന് പറ്റില്ലാതെ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഞാൻ കേട്ടു, എന്നെ വിളിക്കണ്ട. പറ മോളെ, എന്താ ഇത്? അത് പെട്ടെന്ന് ബസ്സിൽ വെച്ച്. നോണ പറയണ്ട, അവരെന്റെ ദേഹത്തോട്ടൊന്നാ ഞാൻ ചോദിക്കണം. അവരൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞില്ലേ? അമ്മേ, ഇന്ദുവിനെ ഞാൻ വിളിച്ചോണ്ട് വന്ന അമ്മ സ്വീകരിക്കോ? ഇല്ല, ഇങ്ങനെയുള്ള പെൺകുട്ടികളെ ഒന്നും ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ശരി, വേണ്ടമ്മേ. പക്ഷെ ഞാൻ അവളെ ഇന്നിവിടെ വിളിച്ചോണ്ട് വന്നിരിക്കും. സേതു, എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട, നമുക്ക് ആലോചിക്കാം. എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. മോനെ, നിന്നെ ഞാൻ വിടില്ല. എന്നെ തടയരുത്, എനിക്ക് പോണം. ഏട്ടൻ ഇങ്ങോട്ട് പോകണ്ട, അവര് കൊല്ലും. കൊല്ലേ? അതിന് കഴുത്ത് നീട്ടി കൊടുക്കണം.
മോളെ പഴയ സേതുവേട്ടല്ലത്. കൊന്ന അറപ്പ് മാറിയവനാണ്. കൊണ്ടും കൊടുത്തും പരിചയമുണ്ട്. ഒരുത്തനെ എന്നെ തൊടില്ല. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നീ പോകരുത് മോനെ. ഇനി നീ കൊല്ലാൻ പോവാണോ? അല്ല, ഇന്ന് സേതു ജീവിക്കാനാണ് ശ്രമിക്കുന്നത്, മരിക്കാനും കൊല്ലാനും അല്ല. എന്നെ രക്ഷിച്ചതാണ് ആ പെൺകുട്ടി. അവളെ രക്ഷിക്കാനുള്ള ബാധ്യത എനിക്കില്ലേ കൃഷ്ണമാമ. അമ്മ സമാധാനമായിട്ടിരിക്കെ, ഞാൻ തിരിച്ചു വരും. ഇന്ദു, ഇന്ദു, എന്തിനാ വന്നത്? പോടോ ഇവിടുന്ന്. എന്റെ പപ്പയെ നിങ്ങൾ കൊന്നു. ഇനി എന്റെ അമ്മയും ചേച്ചിയും കൊല്ലിക്കണോ നിങ്ങൾക്ക്? പോടോ, പോവാൻ. ഇന്ദു, ഞാനാണ്. വേണ്ട, ഇവിടെ നിൽക്കണ്ട, തിരിച്ചു പോ. വാതിൽ തുറക്ക്. ഇയാളോട് വരണ്ട, എനിക്ക് ഇഷ്ടമല്ല. വിനു, അകത്ത് പോ. അകത്ത് പോടാ. അമ്മ പറയുന്ന കേക്ക്. നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, വേഗം പൊയ്ക്കോളൂ. അപകടമാണ്. അവര് പല പ്രാവശ്യം ഇവിടെ വരണം. നിങ്ങൾ ഇവിടെ വരുമെന്ന് അവർക്കറിയാം. നിങ്ങളെ കണ്ടാൽ അവര് കൊല്ലും. സാരമില്ല, പക്ഷെ ഞാൻ പോകില്ല. പോകുന്നെങ്കിൽ ഇന്ദുവിനെ കൂട്ടിയെ ഞാൻ പോകും. ഞാൻ വരില്ല. പൊയ്ക്കോളാം. പറയൂ അമ്മേ. അവള് പറയുന്നത് കേൾക്കൂ. അങ്ങനെ പോകാനല്ല ഞാൻ വന്നത്. എന്റെ കൂടെ ഇന്ദുവിനെ അയക്കാൻ തയ്യാറാണെങ്കിൽ വാതിൽ തുറക്കാം. അരുത്. എന്തിനാണ് വാതിൽ തുറന്നു കൊടുത്തത്? അവരറിഞ്ഞെത്തുന്നതിന് മുൻപ് എന്റെ മോള് രക്ഷപ്പെട്ടോളൂ. ഇല്ല, അമ്മ ഒറ്റയ്ക്കാക്കി ഞാൻ പോവില്ല. അമ്മയ്ക്ക് ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ. ഈ മണ്ണ് ഞാൻ വിട്ടുകൊടുക്കില്ല. അമ്മയെ ഓർത്ത് നീ ദുഃഖിക്കണ്ട. നീ പോകും. ഞാൻ പോവില്ല, ഞാൻ പോവില്ല. ഞാൻ പറയുന്നത് കേൾക്കണം. ഇപ്പൊ നമ്മൾ ഒരുമിച്ച് പോകുന്നു. ഈ മണ്ണ് ഉപേക്ഷിച്ചിട്ടല്ല പോകുന്നത്. ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നമ്മൾ തിരിച്ചു വരും. പറയാനും പ്രവർത്തിക്കാനുമുള്ള അധികാരത്തോടെ കൂടെ ഞാനും ഉണ്ടാവും. അടുക്കരുത്. അടുക്കുന്നവന്റെ കഥ ഞാൻ കഴിക്കും.
ഇന്ദു ഇന്ദു പൊയ്ക്കോ, ആരും അറിയണ്ട. എന്റെ വിധി നിനക്കുണ്ടാവരുത്, ഒരു സേതുമാധവന്റെ വിധി. പോ. അമ്മേ.